ആളുകൾക്കൊക്കെ ഈ കമലഹാസൻ ഉലകനായകനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ രാജ്യവിരുദ്ധമായ നിലപാടുകൾ പലപ്പോഴും കമലഹാസൻ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഹിന്ദു മതം എന്നൊക്കെ കേട്ടാൽ കമലഹാസന് മേലാസകലം ചൊറിഞ്ഞു വരും. അങ്ങനെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദു വിരുദ്ധത, ദേശവിരുദ്ധത എന്ന വില കുറഞ്ഞ ജാതി രാഷ്ട്രീയമൊക്കെ കളിക്കുന്ന DMKയുടെ പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കൽ, ഇതൊക്കെയാണ് കമലഹാസൻ എന്ന് പറയുന്ന മഹാനായ നടനെക്കുറിച്ചുള്ള നമ്മുടെ ചിത്രത്തെ വല്ലാതെ വികലമാക്കിയത്. കമലഹാസനെ ഇഷ്ടമാണ്, പക്ഷേ കമലഹാസൻ്റെ രാഷ്ട്രീയം അയാളെ നമ്മളെ കൊണ്ട് വെറുപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ മത്സരിച്ചതിന് പാർട്ടി ഉണ്ടാക്കി തമിഴ്നാട്ടിൽ മത്സരിച്ച് BJPയുടെ ഒരു ചെറിയ നേതാവ് ആയിരക്കണക്കിന് വോട്ടുകൾക്ക് തോൽപ്പിച്ചു. ഇപ്പോൾ ഈ DMKയുടെ ചിറകെ പിടിച്ച് എങ്ങനെയെങ്കിലും രാജ്യസഭയിൽ കയറാൻ ശ്രമിക്കുക, രാജ്യസഭാംഗത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും കമലഹാസന് പാർലമെൻ്ററി മോഹം വല്ലാതെ കലശലായി. മോദിയെ ചീത്ത പറയുക, BJPയെ ചീത്ത പറയുക എന്നുള്ളതാണ് കമലഹാസൻ്റെ രാഷ്ട്രീയം. അങ്ങനെയുള്ള കമലഹാസൻ ഈയിടെ കോടതിയിൽ നിന്ന് ഭേഷായി കിട്ടി. അതെ, ഇന്ന് രാവിലെ നന്നായിട്ട് കിട്ടി. അതായത് അയാൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ നിന്നുണ്ടായതാണ് കന്നഡ ഭാഷ എന്ന്. ചെന്നൈയിലൊരു അയാളുടെ വലിയ പ്രതിഷേധമായി കർണാടകയിൽ. തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ മണിരത്നം സംവിധാനം ചെയ്തത് വരുന്നുണ്ട്. അതിൻ്റെ ചെന്നൈയിലെ ഈവെന്റിൽ വെച്ചിട്ടാണ് ഈ പോഴത്തം പറഞ്ഞത്. ഒരു ചരിത്രപരമായി ഒരു ഇതുമില്ല, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലെയിമാണ് അയാളുടെ. അങ്ങനെയൊന്നും അല്ല അത് നമുക്ക് പറയാം എങ്ങനെയാണെന്ന്. ഇന്ന് കോടതി പറഞ്ഞു, ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അതവിടെ തീരുമായിരുന്നല്ലോ. നിങ്ങൾ മാപ്പ് പറയുന്നില്ല, എന്നിട്ട് നിങ്ങൾ കോടതിയിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾ മാപ്പും പറയില്ല, നിങ്ങൾക്ക് ഇവിടെ കർണാടകയിൽ നിന്ന് കോടികൾ ഈ സിനിമ പ്രദർശിപ്പിച്ച് ഉണ്ടാക്കുകയും വേണം. കാരണം ഇയാൾ കോടതിയിൽ പോയിരിക്കുകയാണല്ലോ. ഈ തഗ് ലൈഫ് കന്നഡയിൽ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. കർണാടകത്തില് പോസ്റ്ററൊക്കെ കയറി കഴിഞ്ഞു നാട്ടുകാര്, തിയേറ്ററും ആക്രമിക്കും ഇനി ഈ സിനിമ വന്നാൽ. അപ്പോൾ ഇയാൾ മാപ്പ് പറയില്ല, എന്നിട്ട് കോടതിയിൽ പോയിരിക്കുകയാണ് എൻ്റെ സിനിമയ്ക്ക് സംരക്ഷണം കിട്ടണം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അഹങ്കാരിയായ നടന്മാരിൽ ഒരാളാണ് കമലഹാസൻ. അയാള് അരാജകവാദിയാണ്, ജീവിതത്തിലും അരാജകത്വമൊക്കെ പാലിക്കുന്ന ഒരാളാണ്. ഭയങ്കര ഈ സ്ത്രീകളുമായുള്ള ബന്ധത്തിൻ്റെ ഒക്കെ പേരിൽ കുപ്രസിദ്ധിയുള്ള ഒരു, അതെ, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പോൾ അയാളോട് നിന്നിട്ട് കോടതി ചോദിച്ചു, നിങ്ങളാരാ ഇതൊക്കെ പറയാൻ? നിങ്ങൾ ഭാഷാ വിദഗ്ധനാണോ, ലിംഗ്വിസ്റ്റാണോ, നിങ്ങൾ ചരിത്രകാരനാണോ, നിങ്ങളൊരു മറ്റേ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളല്ലേ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ ഈ സ്പർദ്ധ ജനങ്ങൾക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ വളർത്തുന്നത്? അത് വൃത്തികേടാണല്ലോ, മാപ്പ് പറഞ്ഞാൽ തീരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഏത് കോടതി അതൊക്കെ ചോദിച്ചത്? ഇത് കർണാടകയില്. കർണാടകയിലാണ് മറ്റേ അവിടെ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ചെന്നിരിക്കുന്നത്. ഈ രണ്ടാം ഭാഷയാണ് കന്നഡ എന്നും പറഞ്ഞിട്ടാണ്. അത് നാട്ടുകാർക്ക് ഇഷ്ടമല്ല. ഇത് മുമ്പ് 1916 രാജഗോപാലാചാരി ഇതുപോലത്തെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. സി രാജഗോപാലാചാരി ഇയാളെക്കാളൊക്കെ എത്രയോ വലിയ ആളല്ലേ, ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു, അവിടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം മാപ്പ് പറഞ്ഞു. അത് രാഷ്ട്രീയക്കാർക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാമല്ലോ. ഇത് അഹങ്കാരമാണ്. അതാണ് ഒരു അബദ്ധം പറഞ്ഞു. അയാൾക്ക് സിനിമ പ്രദർശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ മാപ്പ് പറയാ അല്ലേ? ഞാൻ അങ്ങനെ എല്ലാം മാപ്പൊന്നും, എനിക്ക് കാശ് വേണം, കർണാടകക്കാരന്റെ കാശ് വേണം. അതാണ് കോടതി ചോദിച്ചത്. നിങ്ങൾക്ക് ഇവിടെ കോടികൾ ഉണ്ടാക്കണം, നിങ്ങൾ മാപ്പ് പറയില്ല. കർണാടകക്കാരന് തെറിയും പറയും, അവന്റെ കാശും വേണം. ആ പരിപാടി നടപ്പില്ല. അത് കഴിഞ്ഞ് മറ്റേ ഇതിന്റെ മെറിറ്റിലേക്ക് പോയിട്ട് എന്താന്നുള്ളത്, സ്റ്റേ കൊടുക്കണോ സംരക്ഷണം കൊടുക്കണോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കാമെന്ന് രാവിലെ പറഞ്ഞു. പക്ഷെ കോടതി പറയേണ്ടത് പറഞ്ഞു, മാപ്പ് പറയുക എന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയായിരുന്നു ഉത്തരവാദിത്ത ബോധമുള്ള ഒരാൾ പെരുമാറേണ്ടിയിരുന്നു. ഉത്തരവാദിത്ത ബോധം കമലഹാസനോ? അപ്പോൾ ഇയാൾ അന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയിരുന്നു ഇത് മണ്ടത്തരാണല്ലോ. കാരണം ഇയാൾക്ക് ലിംഗ്വിസ്റ്റുകളെ വിളിച്ച് ചോദിക്കാം എവിടെ വേണമെങ്കിലും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പല സ്ഥലത്തും പോയി, കീഴാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, മധുരയുടെ അടുത്തേ, മധുരയിൽ നിന്ന് 10-25 കിലോമീറ്റർ പോയാൽ കീഴാടി എന്ന് പറഞ്ഞൊരു സ്ഥലം കുഴിച്ചിട്ടേ, പിന്നെ മോഹൻജാദാരോ പഴക്കമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട്. ഇനി പഴക്കമുണ്ടെങ്കിൽ തന്നെ ആ കാലത്ത്
ഭൂമിശാസ്ത്രം ഇങ്ങനെയല്ലല്ലോ, വിജയനഗര സാമ്രാജ്യം എന്നോ ഒക്കെ പറഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ ഇത്. അന്ന് തമിഴ്നാടും DMKയും സ്റ്റാലിനും കരുണാനിധിയും എന്ന് പറഞ്ഞിട്ട് ഈ ഭൂപ്രദേശമാണോ? അല്ല, ഈ തമിഴ്നാടല്ല, അന്ന് തമിഴ്നാട് അല്ല. എന്നിട്ട് തമിഴ്നാട്ടിലാണ് ഇതൊക്കെ ഉണ്ടായത്. പ്രാചീന കാലത്താണെങ്കിൽ കുമാരി കണ്ടം ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ അതിനു മുമ്പ് ഗോണ്ടുവാനാന്നൊക്കെ പറഞ്ഞ് കിടക്കില്ലേ. ഇയാൾ ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി ഇത് പ്രഖ്യാപനമൊക്കെ നടത്തി ഇപ്പം അത് കേസായിരിക്കുക. അതൊന്നുമല്ല എന്ന് ദേശീയ തലത്തിൽ ചരിത്രകാരന്മാരും ലിംഗ്വിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. അവിടെയാണ് ഇയാൾ കയറി. ഇയാൾക്ക് വിവരമുള്ളവരോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്ന അത് പറഞ്ഞപ്പോൾ സ്റ്റാലിൻ കൊടുക്കുന്ന വിദഗ്ധരല്ലേ ഇയാൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇയാൾ ആ തഗ് ലൈഫ് ഈവൻറ്റിൽ ചെന്നൈയിൽ പറഞ്ഞു ഉയിരേ ഉറവേ തമിഴേ എന്ന് പറഞ്ഞാണ് മറ്റേ സംഭാഷണം തുടങ്ങിയത്. എൻ്റെ ജീവിതം, കുടുംബം ഇതൊക്കെ തമിഴാണ് എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അയാളുടെ കൂടെ ശിവരാജ് കുമാർ നടൻ ഇതിൻ്റെ അകത്ത് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ജോജു മെയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ജോജുവിനെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചു. ഇത് ഓസ്കറിനേക്കാൾ വലുതാണെന്നൊക്കെ ജോജു പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ശിവരാജ് കുമാർ ഇത് എതിർത്തില്ല. ശിവരാജ് കുമാർ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു ഈ വർത്തമാനമൊക്കെ പറയുമ്പോൾ. എന്നിട്ട് കമലഹാസൻ പറഞ്ഞു എൻ്റെ കുടുംബമാണ് ഇത്, ശിവരാജ് കുമാറിനെയൊക്കെ ചേർത്ത് വെച്ചിട്ട്. അതാണ് ഞാൻ ജീവിതം, തമിഴ് ബന്ധം ഒക്കെ ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ ഭാഷ കന്നഡ തമിഴിൽ നിന്നാണ് ജനിച്ചത്, അതിനാൽ നിങ്ങളും അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശിവരാജ് കുമാറിനോടൊക്കെ പറയുക തൻ്റെ ഭാഷ ഈ തമിഴിൽ നിന്നുണ്ടായതാണ്, അതുകൊണ്ട് താൻ എൻ്റെ ഈ തമിഴ്നാട്ടിൽ കന്നഡ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, നിങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് തമിഴന്മാരാണ് എന്താണ് പറഞ്ഞു വെച്ചത്. അത് അവരുടെ ഒരു ഐഡന്റിറ്റിയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അവരുടെ സ്വത്വം, ആത്മവീര്യം, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന പരിപാടി, അഭിമാനം, ബോധം. അപ്പോൾ ഉടനെ BJP പ്രസിഡന്റ് വിജയേന്ദ്ര കർണാടകയിൽ അന്ന് പറഞ്ഞു കർണാടകക്കാർ 6.5 കോടി ഉണ്ട്. കമലഹാസൻ ചരിത്രകാരനൊന്നുമല്ല, അയാൾ മാപ്പ് പറയണം എന്ന് വിജയേന്ദ്ര ഉടനെ പറഞ്ഞിരുന്നു. പിന്നെ പോസ്റ്ററുകളൊക്കെ കീറാൻ തുടങ്ങി. അവിടെ ഒട്ടിച്ചിരുന്ന മുഴുവൻ ഇപ്പോൾ ഒരു പോസ്റ്ററും ഇല്ല. പിന്നെ ജൂൺ 5-ാം തീയതിയാണ് ഇതിൻ്റെ റിലീസ് നടക്കാനുള്ളത്, 2 ദിവസം കഴിഞ്ഞിട്ട്. സിദ്ധരാമയ്യയും പറഞ്ഞു കമലിന് വിവരമില്ല എന്ന് പറഞ്ഞു. കന്നഡയെ പറ്റി പറയുമ്പോൾ സിദ്ധരാമയ്ക്ക് അനുഭവിക്കാൻ പറ്റില്ല, കോൺഗ്രസിന് ഇയാളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, സഖ്യം നോക്കാൻ പറ്റില്ല, DMK സഖ്യമൊന്നും. തമിഴ്നാട്ടിലെ BJPയുടെ വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി പറഞ്ഞു സഹോദര ഭാഷകൾ മാത്രമാണ് അത്. അതിപ്പം മലയാളത്തിനും വേണമെങ്കിൽ പറയാമല്ലോ, ഇംഗ്ലീഷുമായിട്ടും സഹോദര ഭാഷയാണെന്ന് വേണമെങ്കിൽ മലയാളത്തിന് പറയാം അല്ലേ. കുറേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ദ്രാവിഡ ഭാഷകളാണിത് പണ്ട് ഉണ്ടായിരുന്നത്. രണ്ടിൻ്റെയും ഉത്ഭവം പ്രോട്ടോ ദ്രവീഡിയൻ എന്ന് പറഞ്ഞ ആ ആദിമ ഭാഷയിൽ നിന്നാണ് രണ്ടും വരുന്നത്. ഇന്ത്യയിൽ 22 ഔദ്യോഗിക ഭാഷകളിലുണ്ട്, അതിൽ പെടുന്നതാണ് ഇത് രണ്ടും. 2 ഭാഷയാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. 3.8 കോടിക്ക് കന്നഡ മാതൃഭാഷയാണ്, 1 കോടിക്കടുത്ത് 2ാം ഭാഷയും ആണ് കന്നഡ. 2500 വർഷം അതിന് പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാചീനമാണത്. ഹൽമീഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ ലിപി ആദ്യമായിട്ട് കണ്ടത്. അത് 450 CE, AD 450 എന്ന് പഴയ ഇത് AD എന്ന് പറയണമല്ലോ. അന്ന് കൊത്തിയതാണ് ലിപി. അപ്പം അന്നേ ലിപിയും ഉണ്ട് ഇതിന്. അശോകൻ ബ്രഹ്മലിപിയിൽ നിന്നാണ് ലിപി ഉണ്ടായത് എന്ന് ലിംഗ്വിസ്റ്റ് പറയുന്നു. ഡോക്ടർ സെറ്റർ കന്നഡ ചരിത്രകാരൻ പറയുന്നു 9-ാം നൂറ്റാണ്ടിലാണ് വഴിത്തിരിവുണ്ടായത്. കവിരാജ മാർഗ എന്ന് പറഞ്ഞിട്ട് നിർബതുംഗ രാജാവ് ഒരു പുസ്തകം എഴുതി. അതിൻ്റെ അകത്ത് കന്നഡയുടെ പലതരം സ്ലാങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, പല വെറൈറ്റികൾ, ഭിന്ന ഭാഷകൾ, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 20 ഡയലക്റ്റുകളുണ്ട് കന്നഡയ്ക്ക്. അപ്പോൾ കന്നഡ ഒരു ഒറിജിനൽ ഭാഷ. അതിന് പിന്നെയും അതിൽ നിന്ന് ശാഖകളുണ്ടായി. കാവ്യക, സോളിക, കൊടവ, കൊണ്ട, അരേഭാഷ, ബടക, ഹുബ്ലി, ഗുൽബർഗ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിനേക്കാളും ഒക്കെ നമ്മൾ തൃശ്ശൂർ, തിരുവനന്തപുരം എന്നൊക്കെ പറയുന്നല്ലാതെ കാസർഗോഡ്, മലപ്പുറം, പൈപ്പിന്നോ മറ്റോ ഒക്കെ പറയാം എന്നല്ലാതെ ഇത് പല സ്ഥലത്തും പലതരം 20 വകഭേദങ്ങളുണ്ട്. 2008 ക്ലാസിക്കൽ ഭാഷയായിട്ടും കന്നഡ ഭാഷയെ അംഗീകരിച്ചിട്ടുണ്ട്, പ്രാചീന ഭാഷ എന്നുള്ള നിലയ്ക്ക് തന്നെ.
തമിഴിനും ഏതാണ്ട് 2500 വർഷം പഴക്കമാണെന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് ഭാഷയാണല്ലോ, ഒരേ പഴക്കമുള്ള ഭാഷയാണല്ലോ. അപ്പോൾ ഒന്നിൽ നിന്നുണ്ടായതല്ലല്ലോ. അതിനും അങ്ങനെയാണ്. സംസ്കൃതം വരുന്നതിന് മുമ്പേ ഈ ഭാഷകൾ ഇന്ത്യയിൽ സംസ്കൃതം വരുന്നതിന് മുമ്പേ ഉണ്ടെന്നാണ്, ദ്രാവിഡ ഭാഷകൾ ഉണ്ടെന്നാണ് വിശ്വാസം. ആര്യന്മാരുടെ വരവ് എന്നൊക്കെ ഇവിടെ പറയുന്നത് ശരിയല്ല. കാരണം വന്നിട്ടുണ്ടോ ഇല്ലയോ, റിവേഴ്സ് മൈഗ്രേഷൻ ആണെന്ന് പറഞ്ഞ് തിയറി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യഹോവ എന്നുള്ള വാക്ക്, ഉദാഹരണത്തിന് ഋഗ്വേദത്തിൽ 33 തവണ യാഹ്വേ എന്ന് പറഞ്ഞ വാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഋഗ്വേദത്തിലുണ്ടെങ്കിൽ പിന്നെ യഹോവ പിന്നീട് വന്നതല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റിവേഴ്സ് മൈഗ്രേഷൻ ആയിരിക്കാം എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, ആര്യന്മാർ ഇങ്ങോട്ട് വന്നതല്ല, നമ്മുടെ ആളുകൾ ഇവിടെ പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കം, വരൾച്ച ഒക്കെ വരുമ്പോൾ അങ്ങോട്ടും പോകുന്നു. ഈ കുതിരയെ മേയ്ക്കാനായിട്ട് തീരുമാനിക്കുന്നിടത്ത് വെച്ചാണ് വഴിത്തിരിവുണ്ടാകുന്നത്. കുതിര എവിടെ വെച്ച് വരുന്നു എന്നുള്ളത് വെച്ചിട്ട്. അപ്പോൾ 1000 BC 1000 ആയപ്പോൾ തനത് ഭാഷകളായി ഇവ മാറി. 3-ാം നൂറ്റാണ്ടിൽ BCE മുതൽ സാഹിത്യമുണ്ടായി. രാജരാജ ചോഴൻ, രാജേന്ദ്ര ചോഴൻ ലിഖിതങ്ങൾ തമിഴ് ഭാഷയിലുണ്ട്. ശ്രീലങ്ക, സിംഗപ്പൂർ, അവിടെയൊക്കെ ഔദ്യോഗിക ഭാഷയുടെ കൂട്ടത്തിലും തമിഴുണ്ട്. 2004 കന്നഡയ്ക്ക് മുമ്പേ അത് ക്ലാസിക്കൽ ഭാഷയായി. കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ അന്ന് കോൺഗ്രസിൻ്റെ സഖ്യം കക്ഷിയായിട്ടൊക്കെ ഉണ്ടല്ലോ, ഇവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കുമല്ലോ. അന്ന് MGRന് ഭാരതരത്നം ഇങ്ങനെ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്ന കാലമാണ്. അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ചരിത്രപരമായും ഭാഷാശാസ്ത്രപരമായും രണ്ടും രണ്ട് ഭാഷകൾ തന്നെയാണ്. അതുകൊണ്ട് ഇയാൾ തുടക്കത്തിൽ തന്നെ അഹങ്കാരമില്ലാതെ വിവേകത്തോടുകൂടി മാപ്പ് പറയുകയായിരുന്നു വേണ്ടത്. ഇയാൾ മാപ്പ് പറയുന്നു ഞാനും വിചാരിച്ചിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സിനിമ പ്രദർശിപ്പിക്കണ്ടേ, ഓടണ്ടേ. ആ സമയത്ത് എല്ലാവരും വിട്ടുവീഴ്ച വരും. ഇത് എന്റെ നോവൽ പകർത്തിയതാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താലും കൊണ്ടുപോയി വല്ല ചുളുവിൽ തമിഴിന്റെ കയ്യടിയും കർണാടകക്കാരുടെ കാശും മേടിക്കാനുള്ള ശ്രമമായിരുന്നു. അതെ, അത് പൊളിഞ്ഞു. അതെ. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചതുപോലെ ഇന്ത്യയിൽ വിവരമുള്ള ആൾക്ക് ചോദിക്കുന്നുണ്ട് കമലഹാസന്, താൻ ആരുവാ? താൻ ആരുവാ എടച്ചക്ക, നീ മാപ്പ് പറയേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.